നദീറ, ഇതിപ്പോൾ ആരാധകരുടെ വല്ലാത്ത ആരാധന അത് വേറെ രൂപത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണല്ലോ ഇപ്പോൾ പുഷ്പ 2മായി ബന്ധപ്പെട്ടും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അല്ലു അർജുൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നതും വേറെ രീതിയിലുള്ള വൈകാരിക പ്രതികരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുമില്ലേ? ആ സാധ്യതയൊക്കെ തെലങ്കാന പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. അല്ലു അർജുൻ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ പോലീസിനൊപ്പം പോകുന്നതായാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കുന്നു, അറസ്റ്റ് ചെയ്യുകയാണെന്ന് അറിയിക്കുന്നു, ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അദ്ദേഹം കോടതിയിലേക്ക് പോയ കാര്യങ്ങളും കോടതിയെ സമീപിച്ച കാര്യവും ഒക്കെ പോലീസിനോട് പറയുന്നുണ്ട്. പക്ഷേ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് വീടിൻ്റെ കാർ പോർച്ചിൽ വെച്ച് വിശദീകരിച്ചു നൽകുന്നത്. അതിനുശേഷം അദ്ദേഹം വീട്ടിനകത്ത് കയറി കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരികയും പോലീസിൻ്റെ കൂടെ അവരുടെ വാഹനത്തിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും വലിയ ആരാധക വൃന്ദമുള്ള ഒരു നടൻ തന്നെയാണ് അല്ലു അർജുൻ. അതുകൊണ്ട് പോലീസിനറിയാം ഒരു അറസ്റ്റ് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ എന്തായാലും തെലങ്കാന പോലീസ് എടുക്കാതിരിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാം. അതിനുള്ള സജ്ജീകരണങ്ങൾ എന്തായാലും ഉണ്ടാകും. ആരാധകർ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഇപ്പോൾ സിനിമാ പ്രൊമോഷൻ ഒരു പുതിയ ശൈലിയായി തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ സിനിമയിലെ താരങ്ങൾ അപ്രതീക്ഷിതമായി എത്തി അവിടെ പ്രേക്ഷകരെ കണ്ട് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പല സിനിമകൾ തിയേറ്ററുകളിൽ ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. മലയാള സിനിമകളിലും എപ്പോഴും കാണുന്നുണ്ട്. ഇതിപ്പോൾ അല്ലു അർജുൻ വരുന്ന കാര്യം ഒരു സർപ്രൈസായി വയ്ക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു നിയന്ത്രണവും അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രമീകരണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിരുന്നില്ല. അതൊരു പോലീസിനെ അറിയിക്കുന്ന ഒരു സംവിധാനമെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരു സർപ്രൈസ് വിസിറ്റായി അല്ലു അർജുൻ അവിടെ എത്തുന്നു. ആ നിലയ്ക്ക് ആണ് തിയേറ്റർ അധികൃതർക്കെതിരെയും കേസ് എടുത്തിരിക്കുന്നത്, അല്ലേ നദീറ? തീർച്ചയായും സ്മൃതി, ഇതൊരു സർപ്രൈസ് ആക്കി വെച്ചിട്ടില്ല. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ പുറത്തുള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞതോടെയാണ്, അല്ലു അർജുൻ ഇവിടെ ഉണ്ട് എന്ന വിവരം അറിഞ്ഞതോടെയാണ് പുറത്ത് ഈ തിയേറ്ററിൻ്റെ പുറത്ത്, സന്ധ്യ തിയേറ്ററിൻ്റെ പുറത്തുള്ള ഭാഗത്ത് ഗേറ്റിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകളായിരുന്നു അന്ന് തടിച്ചുകൂടിയത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. 9:30 മണിക്കായിരുന്നു അന്ന് ഈ ഷോ നിശ്ചയിച്ചിരുന്നത്. അതായത് ബെനിഫിറ്റ് ഷോ എന്ന് പറയും. സിനിമയുടെ അണിയറ പ്രവർത്തകരും സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും ചുരുക്കം ചില സാധാരണ ആളുകൾക്കുമൊക്കെ കാണാൻ അവസരമൊരുക്കുന്ന ഒരു ഷോ, അതിന് തുടർന്നുണ്ടാകുന്ന തിരക്ക് ഇത് അനിയന്ത്രിതമാണ്. അത് വൈകുന്നേരം തന്നെ പോലീസിന് ബോധ്യപ്പെട്ട കാര്യമാണ്. തിയേറ്റർ ഉടമകൾ ചിലപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല. അവിടെ നിന്ന് വിവരങ്ങൾ ചോർന്നു പോയാണ് അല്ലു അർജുൻ ഇതിനകത്തുണ്ടെന്ന വിവരം ആളുകൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ആവണം തിയേറ്ററിന് സമീപം സ്മൃതി സൂചിപ്പിച്ചതുപോലെ ആളുകൾ കൂടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിപ്പോൾ എല്ലാ സിനിമയിലും ഈ പാൻ ഇന്ത്യൻ റിലീസ് എന്ന് പറയുന്ന സംഭവം അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഷോകൾ സംഘടിപ്പിക്കുന്നതും അതിൽ അഭിനയിച്ച പ്രധാന താരം സ്ഥലത്തെത്തുന്നതുമൊക്കെ സർവ്വസാധാരണ സംഭവമായി കുറച്ച് കാലങ്ങളായി പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ഷോ ഇവിടെ സംഘടിപ്പിച്ചത്. പിറ്റേ ദിവസം ഡിസംബർ 5-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. പക്ഷേ 4-ാം തീയതി രാത്രി 9:30-ക്കാണ് ഈ പരിപാടി അവിടെ സന്ധ്യ തിയേറ്ററിൽ നടക്കുന്നത്. അത് കാണാൻ വലിയ ഒരു അല്ലു അർജുൻ്റെ വലിയ ആരാധികയായ ആളായിരുന്നു ആ കുടുംബത്തിലെ രേവതി എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ ഭർത്താവ്, 2 കുട്ടികൾ, ഇവരായിരുന്നു എത്തിയിരുന്നത്. ഷോ തുടങ്ങും മുമ്പ്, ഷോയ്ക്ക് മുമ്പ് തന്നെ ആളുകൾ ഇതിനകത്തേക്ക് അല്ലു അർജുൻ കൈവീശി കാണിച്ചപ്പോൾ എല്ലാവരും ഈ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാനുള്ള ശ്രമം പുറത്തു നിൽക്കുന്നവർ നടത്തി. ഇതൊന്നും അറിയാതെ അവിടെ നിൽക്കുകയായിരുന്ന ഈ കുടുംബം ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു, 2ആയി പോകുകയായിരുന്നു. ഭാര്യയും ഒരു കുട്ടിയും ഒറ്റയ്ക്കാകുകയും ഭർത്താവും മറ്റൊരു കുട്ടിയും വേറെ ആവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ഭർത്താവ് അറിയുന്നുണ്ടായിരുന്നില്ല ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച കാര്യം. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് എന്തായിരുന്നു ആൾക്കൂട്ടമെന്ന് അന്വേഷിച്ചു വന്നപ്പോഴാണ് തൻ്റെ ഭാര്യയാണ് ഈ അപകടത്തിൽ പെട്ടത് എന്ന് മനസ്സിലാക്കുന്നത്. ചുറ്റുമുള്ളവർ ചിത്രീകരിച്ച വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇവർ തിരിച്ചറിഞ്ഞത് ഇത് എൻ്റെ ഭാര്യയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുകയും അതിന് പിന്നാലെ ഈ ഭർത്താവ് ഭാസ്കർ പോവുകയുമായിരുന്നു. 2 കുട്ടികൾക്കും ഈ ഒരു ആക്രമണത്തിൽ ഈ ചവിട്ടേറ്റിരുന്നു. അവരും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്നാലും ഈ സംഭവം ഏറെ ദുഃഖിതനായി കാണപ്പെട്ട അല്ലു അർജുൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുകയും തനിക്കിത് വലിയ ദുഃഖമുണ്ടാക്കി, ഇനി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഷോകളിൽ മനസ്സു നിറഞ്ഞ് പങ്കെടുക്കാൻ തനിക്ക് പറ്റുന്നില്ല എന്ന തരത്തിൽ ഒരു വീഡിയോ പങ്കുവെക്കുകയും ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുകയും അവരെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് ആശ്വാസധനമായി 25 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ അല്ലു അർജുൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. സംഭവത്തിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.